ചില അന്താരാഷ്ട്ര വാർത്തകൾ നോക്കാം. യുദ്ധത്തടവുകാരെ പരസ്പരം കൈമാറാൻ റഷ്യയും യുക്രൈനും യുദ്ധത്തടവുകാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉൾപ്പെടെ 157 പേരെയാണ് ഇരു രാജ്യങ്ങളും കൈമാറുന്നത്. UAE-യിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് തടവുകാരുടെ കൈമാറ്റം നടന്നത്. റഷ്യ വിട്ടയക്കുന്നവരുടെ കൂട്ടത്തിൽ ഏഴ് സാധാരണക്കാരും ഉൾപ്പെടുന്നുണ്ട്. യുദ്ധത്തടവുകാരുടെ മോചനം നടന്നതായി വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. ചർച്ചകൾ തുടരുമെന്നും US പ്രസിഡന്റ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കേവ്സും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ഐസൻ ജോർജ് വിവരങ്ങളുമായി ചേരുകയാണ്. ഐസൻ, ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ആ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിന് അയവ് വരുന്നു എന്നതിന്റെ സൂചനയാണോ ഈ തടവുകാരുടെ പരസ്പരമുള്ള കൈമാറ്റം? തീർച്ചയായും ഗൗതം, ഈ സംഘർഷാവസ്ഥയ്ക്ക് നേരിയ തോതിലെങ്കിലും അയവ് വരുത്താൻ ഇത്തരത്തിൽ തടവുകാരുടെ പരസ്പരമായുള്ള കൈമാറ്റം സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 157ഓളം പേരെ പരസ്പരം റഷ്യയും യുക്രൈനും കൈമാറുകയായിരുന്നു. യുദ്ധ തടവുകാരെയാണ് കൈമാറിയത്. ഇതിൽ പട്ടാളക്കാർക്ക് പുറമെ 7 പേർ കൂടിയുണ്ട് എന്ന് റഷ്യ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ചില പ്രത്യേകതകളുണ്ട് എന്നല്ലാതെ രണ്ട് വിഭാഗങ്ങളും രണ്ട് രാജ്യങ്ങളും തുല്യമായി തന്നെയാണ് യുദ്ധ തടവുകാരെ വിട്ടയക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ് സെലൻസ്കിയുടെ നിലപാടുകൾ. സെലൻസ്കിക്കെതിരെ അതിശക്തമായ നീക്കം യുക്രൈനെതിരെ സെലൻസ്കിയുടെ നിലപാടുകൾ പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായൊരു ആക്രമണം വീണ്ടും ഉണ്ടായേക്കുമെന്നൊരു ഭയം സ്വാഭാവികമായും സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനുള്ള ചില നിലപാടുകൾ സ്വീകരിക്കണം എന്ന ഒരു നീക്കത്തിൻ്റെ ഭാഗം കൂടിയായാണ് ഈ പരസ്പരം കുറ്റവാളികളെ അല്ലെങ്കിൽ യുദ്ധ തടവുകാരെ പരസ്പരം കൈമാറിയത്. യുദ്ധ തടവുകാരെ കൈമാറുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തുവരികയും ചെയ്തു. ഇത്തരത്തിൽ ഇനിയും യുദ്ധ തടവുകാരെ കൈമാറുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുമെന്ന് പശ്ചിമേഷ്യയുടെ പ്രത്യേക പ്രതിനിധിയും ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്ത സ്റ്റീവ് വിറ്റ്കോഫ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. US പ്രസിഡന്റിൻ്റെ പ്രത്യേക പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. അബുദാബിയിൽ നടന്ന മീറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ യുദ്ധ തടവുകാരുടെ കൈമാറ്റം നടന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കുന്നതിൻ്റെ സൂചനയായി തീർച്ചയായും ഇത് കാണാവുന്നതാണ്. ഐസൺ, എന്തായാലും വർഷങ്ങളായി തുടരുന്ന റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങുന്നു എന്ന ചില ശുഭകരമായ വാർത്തകൾ വരികയാണ്. കാരണം ഇരു രാജ്യങ്ങളും യുദ്ധത്തടവുകാരെ ഉൾപ്പെടെ പരസ്പരം കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഐസണാണ് വിവരങ്ങളുമായി ചേർന്നത്.